നമസ്കാരം. BJP ഇതര സംസ്ഥാനങ്ങളിലെ മന്ത്രിമാരെ ലക്ഷ്യമിട്ട് മോദി സർക്കാർ മൂർച്ച കൂട്ടിവെച്ച അടുത്ത ആയുധമാണ് ഇന്നലെ പാർലമെന്റിൽ പുറത്തെടുത്തിരിക്കുന്നത്. സംഘപരിവാറിനോട് മാത്രം കൂറുപുലർത്തുന്ന ED കൂടി സ്വന്തമായി കൈവശമുള്ള രാജാക്കന്മാർ നാട് ഭരിക്കുമ്പോൾ പ്രതിപക്ഷ സ്വരത്തെ അടിച്ചമർത്താൻ ഇതിലും നല്ല ബില്ലുകൾ സ്വപ്നത്തിൽ മാത്രമാണല്ലേ? BJPയിലേക്ക് വന്നിട്ടില്ലെങ്കിൽ നിങ്ങളുടെ കസേര തെറിക്കുമെന്ന് അവർ പറയാതെ പറയുന്ന ഈ ബില്ല് തീർത്തും ജനാധിപത്യ വിരുദ്ധവും നരേന്ദ്രമോദി സർക്കാർ ഉയർത്തുന്ന ബ്ലാക്ക് മെയിലിംഗ് കൂടിയാണ്. ഈ ബില്ല് എന്താണ്, എങ്ങനെയാകും ഇത് ഫാസിസ്റ്റ് ഭരണകൂടത്തിന് ആയുധമാവുക എന്നിവ നമുക്ക് പരിശോധിക്കാം. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഇന്നലെ ലോക്സഭയിൽ അവതരിപ്പിച്ച 3 ബില്ലുകൾ വലിയ ചർച്ചകൾക്കും പ്രതിഷേധങ്ങൾക്കും വഴിയൊരുക്കിയിരിക്കുകയാണിപ്പോൾ. ജയിലിലായാൽ പുറത്ത് എന്ന് പ്രതിപക്ഷം വിശേഷിപ്പിക്കുന്ന ഈ ബില്ലുകൾ പ്രധാനമന്ത്രി, മുഖ്യമന്ത്രിമാർ, മന്ത്രിമാർ എന്നിവർക്കെതിരെ ക്രിമിനൽ കേസുകൾ ഉണ്ടെങ്കിൽ അവരെ തൽസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ഇത് ഇന്ത്യയിലെ ജനാധിപത്യത്തിനും ഫെഡറൽ സംവിധാനത്തിനും തുറന്ന ഭീഷണിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ബില്ലിന്റെ പ്രധാന വിശദാംശങ്ങളെക്കുറിച്ച് പറയാം. അമിത് ഷാ അവതരിപ്പിച്ചത് പ്രധാനമായും 3 ബില്ലുകളാണ്. ഒന്ന് 130ാം ഭരണഘടനാ ഭേദഗതി ബിൽ 2025, അടുത്തത് സംഘ സംസ്ഥാന പ്രദേശ ഭരണ ബിൽ 2025, അടുത്തത് ജമ്മു കാശ്മീർ പുനഃസംഘടനാ ഭേദഗതി ബിൽ 2025 എന്നിവയാണ്. ഈ ബില്ലുകളിലെ പ്രധാന വ്യവസ്ഥ ഗുരുതരമായ ക്രിമിനൽ കുറ്റങ്ങളിൽ ആരോപിക്കപ്പെടുകയും തുടർന്ന് 30 ദിവസത്തിൽ കൂടുതൽ തുടർച്ചയായി കസ്റ്റഡിയിൽ കഴിയേണ്ടി വരുന്നതുമായ പ്രധാനമന്ത്രി, മുഖ്യമന്ത്രിമാർ അല്ലെങ്കിൽ മറ്റ് മന്ത്രിമാർ എന്നിവരെ തൽസ്ഥാനത്ത് നിന്ന് തൽക്ഷണം നീക്കം ചെയ്യും എന്നതാണ്. അതായത് 30 ദിവസത്തിൽ കൂടുതൽ നിങ്ങൾ ജയിൽവാസം അനുഭവിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മന്ത്രി കസേര തെറിക്കുക തന്നെ ചെയ്യും. ഒരു മന്ത്രി 30 ദിവസത്തിലധികം തുടർച്ചയായി കസ്റ്റഡിയിൽ കഴിയേണ്ടി വരികയാണെങ്കിൽ 31ാമത്തെ ദിവസം മുതൽ അദ്ദേഹം ആ മന്ത്രിസ്ഥാനത്ത് നിന്ന് പുറത്താക്കപ്പെടുന്നതാണ്. പ്രധാനമന്ത്രിയുടെയോ മുഖ്യമന്ത്രിയുടെയോ കാര്യത്തിൽ ഇത്തരത്തിൽ കസ്റ്റഡിയിൽ പോവുകയാണെങ്കിൽ രാഷ്ട്രപതിയോ ഗവർണറോ അവരെ പദവിയിൽ നിന്ന് നീക്കം ചെയ്യാനുള്ള ശുപാർശ നൽകണം. ഇവർ കസ്റ്റഡിയിൽ നിന്ന് മോചിതരാവുകയാണെങ്കിൽ പിന്നീട് വീണ്ടും നിയമിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്നും ബില്ലിൽ പറയുന്നുണ്ട്. ഈ ബില്ലുകൾക്കെതിരെ പ്രതിപക്ഷം ശക്തമായ പ്രതിഷേധമാണ് ഉയർത്തുന്നത്. എന്താണ് പ്രധാനമായിട്ടുള്ള വിമർശനങ്ങൾ എന്നിവ പറയാം. ആദ്യത്തേത് ജനാധിപത്യ വിരുദ്ധം എന്നതാണ്. പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരെയും മന്ത്രിമാരെയും അനാവശ്യമായി ലക്ഷ്യമിടാനും സർക്കാരുകളെ അട്ടിമറിക്കാനും ഇത് ദുരുപയോഗം ചെയ്യപ്പെടാമെന്നാണ് പ്രധാനപ്പെട്ട കാര്യം. അടുത്തത് ഫെഡറൽ തത്വങ്ങൾക്കെതിരാണ് ഈ ബില്ല് എന്നതാണ്. സംസ്ഥാനങ്ങളുടെ അധികാര പരിധിയിലേക്കുള്ള കടന്നുകയറ്റമാണിതെന്നും ഫെഡറൽ സംവിധാനത്തെ ഇത് ദുർബലപ്പെടുത്തുമെന്നും പ്രതിപക്ഷം പറയുന്നുണ്ട്. ദുരുപയോഗ സാധ്യതയാണ് ഇതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ സംസാരിക്കേണ്ടത്. കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് വ്യാജ കേസുകൾ ചുമത്തി പ്രതിപക്ഷ നേതാക്കളെ ജയിലിൽ അടയ്ക്കാനും അതുവഴി അവരെ അധികാരത്തിൽ നിന്ന് നീക്കം ചെയ്യാനുമുള്ള സാധ്യത ഈ ബില്ലുകൾ നൽകുന്നുവെന്ന് വിമർശകർ പറയുന്നുണ്ട്. അതുതന്നെയാണ് ഇതിലെ ഏറ്റവും വലിയ ലൂപ്ഹോൾ എന്ന് പറയുന്നത്. ഒരു വ്യക്തി കുറ്റക്കാരനാണെന്ന് തെളിയിക്കപ്പെടാതെ തന്നെ പദവിയിൽ നിന്ന് നീക്കം ചെയ്യപ്പെടുന്നത് നിയമവ്യവസ്ഥയുടെ അടിസ്ഥാന തത്വങ്ങൾക്ക് തന്നെ വിരുദ്ധമാണ്. നീതിന്യായ വ്യവസ്ഥയെ അട്ടിമറിക്കുന്ന ഒരു നീക്കം കൂടിയാണിത്. അതായത് വിചാരണ പൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ മന്ത്രിമാരെ നീക്കം ചെയ്യുന്നത് നീതിന്യായ വ്യവസ്ഥയുടെ അധികാരത്തെ ഇല്ലാതാക്കുന്നതിന് തുല്യമാണെന്നും അഭിഭാഷകരും നിയമവിദഗ്ധരും ഇതിൽ അഭിപ്രായപ്പെട്ടിരുന്നുണ്ട്. രാഷ്ട്രീയ പകപോക്കലാണ് അടുത്തത്. ഈ നിയമപ്രകാരം രാഷ്ട്രീയ എതിരാളികൾക്കെതിരെ ഒരു ആയുധമായി ഉപയോഗിക്കപ്പെടുമെന്നാണ് പ്രതിപക്ഷം ഭയപ്പെടുന്നത്. ഭരണകക്ഷിയുടെ മുഖ്യമന്ത്രിമാർക്ക് സമാനമായ സാഹചര്യങ്ങളിൽ സംരക്ഷണം ലഭിക്കുമ്പോൾ പ്രതിപക്ഷ നേതാക്കളെ മാത്രം ലക്ഷ്യമിടാൻ ഇത് വഴിയൊരുക്കുമെന്നും ആരോപണമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സഭയിൽ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായത്. അമിത് ഷാ ബില്ലുകൾ അവതരിപ്പിച്ചപ്പോൾ ലോക്സഭയിൽ വൻ പ്രതിഷേധമാണ് അരങ്ങേറിയത്. പ്രതിപക്ഷ അംഗങ്ങൾ മുദ്രാവാക്യം വിളിക്കുകയും ബില്ലിന്റെ പകർപ്പുകൾ കീറി എറിയുകയും ചെയ്തു. സഭയുടെ നടുത്തളത്തിലേക്ക് ഇറങ്ങിയുള്ള പ്രതിഷേധങ്ങൾ കാരണം പലതവണ സഭ നിർത്തിവെക്കേണ്ടതായി വന്നു. ഒടുവിൽ ഈ ബില്ലുകൾ സംയുക്ത പാർലമെന്ററി സമിതിയുടെ പരിഗണനയ്ക്ക് വിടാൻ സർക്കാർ തീരുമാനിക്കുകയായിരുന്നു. ഈ ബില്ലുകൾ ഇന്ത്യൻ ജനാധിപത്യത്തിനും രാഷ്ട്രീയ സംവിധാനത്തിനും വലിയ സ്വാധീനം ചെലുത്താൻ സാധ്യതയുള്ളതാണ്. അതിനാൽ ഇത് സംബന്ധിച്ച ചർച്ചകളും സംവാദങ്ങളും ഇനിയും തുടരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. എന്തുകൊണ്ടാണ് ഈ ബില്ല് പ്രതിപക്ഷ വിരുദ്ധമായി കണക്കാക്കപ്പെടുന്നത് എന്നുകൂടി ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം പ്രതിപക്ഷത്തിന്റെ ശബ്ദം ഇല്ലാതാക്കുന്നു എന്നതാണ്. പുതിയ ബില്ലിലെ ചില വ്യവസ്ഥകൾ പാർലമെന്റിൽ പ്രതിപക്ഷത്തിന് ശബ്ദം ഇല്ലാതാക്കുന്നതിന് കാരണമായേക്കാം. ചർച്ചകൾക്കും സംവാദങ്ങൾക്കുമുള്ള സമയം വെട്ടിച്ചുരുക്കുക, ചോദ്യോത്തരവേളയുടെ പ്രസക്തി കുറയ്ക്കുക, അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന് പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഉന്നയിക്കാനുള്ള അവസരങ്ങൾ പരിമിതപ്പെടുത്തുക തുടങ്ങിയ കാര്യങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഇത് ജനാധിപത്യപരമായ സംവാദങ്ങളെ തടസ്സപ്പെടുത്തുക
മാറുകയും സർക്കാരിനെ ചോദ്യം ചെയ്യാനുള്ള പ്രതിപക്ഷത്തിന്റെ കഴിവിനെ ഇല്ലാതാക്കുകയും ചെയ്യുന്നതാണ്. അടുത്തത് കമ്മിറ്റികളുടെ അധികാരം കുറയ്ക്കുന്നു എന്നതാണ്. പാർലമെന്ററി കമ്മിറ്റികൾക്ക് ബില്ലുകൾ സൂക്ഷ്മമായി പരിശോധിച്ച് ഭേദഗതി നിർദ്ദേശിക്കുന്നതിൽ പ്രധാനമായിട്ടുള്ള ഒരു പങ്കുണ്ട്. പുതിയ ബില്ല് ഈ കമ്മിറ്റികളുടെ അധികാരം വെട്ടിച്ചുരുക്കുകയോ അവയുടെ ശുപാർശകൾക്ക് പ്രാധാന്യം കുറയ്ക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് പ്രതിപക്ഷത്തിന്റെ ബില്ലുകളിൽ ഇടപെടാനുള്ള അവസരങ്ങൾ ഇല്ലാതാക്കും. ഇങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ സർക്കാരിന് താല്പര്യമുള്ള ബില്ലുകൾ ഒരുപാട് ചർച്ചകളില്ലാതെ തന്നെ നിയമമാക്കാൻ സഹായിക്കുകയും ചെയ്യും. അടുത്തത് സുതാര്യതയും ഉത്തരവാദിത്വവും കുറയ്ക്കുന്നു എന്നതാണ്. ജനാധിപത്യത്തിൽ സർക്കാരിന് ഉത്തരവാദിത്തം ഉറപ്പാക്കുന്നതിൽ പ്രതിപക്ഷത്തിന് വലിയ പങ്കുണ്ട് എന്ന കാര്യം അറിയാമല്ലോ. ബിൽ വിവരങ്ങൾ പൊതുജനങ്ങളിൽ നിന്ന് മറച്ചുവെക്കുകയോ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നതിൽ സുതാര്യത കുറയ്ക്കാനോ സഹായിക്കുന്ന വ്യവസ്ഥകൾ ഉൾക്കൊള്ളുന്നുണ്ടെങ്കിൽ അത് പ്രതിപക്ഷത്തിന് സർക്കാരിനെ ചോദ്യം ചെയ്യാനുള്ള ശേഷിയെ തന്നെ ബാധിക്കും. ഇത് അഴിമതിക്കുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അടുത്തത് വിയോജിപ്പുകളെ അടിച്ചമർത്താൻ ഉപയോഗിക്കാനുള്ള സാധ്യതയാണ്. അതായത് പ്രതിപക്ഷ നേതാക്കൾക്കോ പ്രവർത്തകർക്കോ എതിരായ നടപടികൾക്ക് ഈ ബില്ല് വഴിയൊരുക്കുന്നുണ്ടെങ്കിൽ അത് പ്രതിപക്ഷ വിരുദ്ധമായിട്ട് നമുക്ക് കണക്കാക്കാവുന്നതാണ്. ഉദാഹരണത്തിന് രാജ്യദ്രോഹം, അപകീർത്തിപ്പെടുത്തൽ തുടങ്ങിയ വകുപ്പുകൾ ദുരുപയോഗം ചെയ്ത് പ്രതിപക്ഷ നേതാക്കളെ നിശബ്ദരാക്കാൻ ഈ ബില്ല് ഉപയോഗിക്കപ്പെടാമെന്ന ആശങ്ക ഉയർത്തിയിട്ടുണ്ട്. നമുക്കറിയാവുന്നതാണ്, കഴിഞ്ഞ കുറേ നാളുകളായി ഇന്ത്യയിൽ അത്തരം സംഭവങ്ങൾ നിരവധി തവണ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇത് വിയോജിപ്പുകളെ അടിച്ചമർത്താനും ജനാധിപത്യപരമായ പ്രതിഷേധങ്ങളെ ഇല്ലാതാക്കാനും സർക്കാരിനെ സഹായിക്കുക തന്നെ ചെയ്യും. അടുത്തത് ജനാധിപത്യ സ്ഥാപനങ്ങളെ ദുർബലപ്പെടുത്തുന്നു എന്നതാണ്. പാർലമെന്റ്, ജുഡീഷ്യറി തുടങ്ങിയ ജനാധിപത്യ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളിൽ അനാവശ്യമായി സർക്കാർ ഇടപെടലുകൾക്ക് ബില്ല് വഴിയൊരുക്കുന്നുണ്ടെങ്കിൽ അത് ജനാധിപത്യ മൂല്യങ്ങളെ തന്നെ തകർക്കുന്നതിന് തുല്യമാണ്. ഇത് പ്രതിപക്ഷത്തിന് നീതി തേടാനും സർക്കാരിന്റെ തെറ്റായ നയങ്ങളെ ചോദ്യം ചെയ്യാനുള്ള അവസരങ്ങളെയും ഇല്ലാതാക്കും. ഈ കാരണങ്ങൾ കൊണ്ടാണ് അമിത്ഷാ അവതരിപ്പിച്ച ബില്ല് പ്രതിപക്ഷ വിരുദ്ധമാണ് എന്ന് പറയാൻ കാരണം. ജനാധിപത്യത്തിൽ ശക്തമായ ഒരു പ്രതിപക്ഷം സർക്കാരിനെ നേരായ പാതയിൽ നയിക്കുന്നതിനും ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും അത്യന്താപേക്ഷിതമാണ്. ഈ ബില്ല് അത്തരമൊരു പ്രതിപക്ഷത്തിന്റെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുന്നുണ്ടോ എന്നതാണ് പ്രധാനമായി ഉയരുന്ന ചോദ്യം. ഇനി നിങ്ങൾ തന്നെ പറയൂ, ഇത് രാജ്യവിരുദ്ധമല്ലേ?